പൂക്കോട്ടൂരിലെ സിദ്ധാർത്ഥന്റെ മരണം ഒരു കൊലപാതകം തന്നെ. മെഡിക്കൽ എവിഡൻസ് അങ്ങനെയാണ് കിടക്കുന്നത്. പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടറുടെ റിപ്പോർട്ട് പരിശോധിച്ചാൽ ഇത് ക്ലിയർ ആയിട്ടും ഒരു കൊലപാതകമാണ്. അതിൻ്റെ കാരണം നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് 18-ാം തീയതി രാത്രി കെട്ടിത്തൂങ്ങി എന്നാണ്. പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ മുമ്പിൽ ഡെഡ് ബോഡി എത്തിയപ്പം 19-ാം തീയതി 11:30-2:30 പോസ്റ്റ്മോർട്ടം ചെയ്ത് തീർന്നു. അപ്പൊ അദ്ദേഹം 11:30 കാണുമ്പോൾ പോസ്റ്റ്മോർട്ടത്തിന് തൊട്ട് മുമ്പ് ഏകദേശം ഡെഡ് ബോഡിയുടെ പഴക്കം 24 മണിക്കൂറാണ്. അതിൻ്റെ കാരണം റിഗർ മോർട്ടിസ് എന്ന് പറഞ്ഞാൽ ഡെഡ് ബോഡി നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ ബോഡി സ്റ്റിഫ് ആവും, വടി പോലെ ആവും. അത് തലയറ്റം വരെ കാലയറ്റം വരെ വടിയാകാൻ 16 മണിക്കൂർ മുതൽ 24 മണിക്കൂർ വരെ ഒരു വടി പോലെ സ്റ്റിഫ് ആവും, റിഗർ മോർട്ടിസ്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കൃത്യമായിട്ട് അത് എഴുതിയിട്ടുണ്ട്. ഡോക്ടർ കാണുമ്പം അത് ശരീരം മുഴുവൻ റിഗർ മോർട്ടിസ് വ്യാപിച്ചു കഴിഞ്ഞു. 16 മുതൽ 24 മണിക്കൂർ വരെ ഡെഡ് ബോഡിക്ക് പഴക്കം. അപ്പോൾ ഉച്ചയ്ക്ക് മരിച്ചിരിക്കുന്നു. അപ്പോൾ ഉച്ചയ്ക്കാണ് ആ ബോഡി അവിടെ തൂക്കിയത്, കെട്ടിത്തൂക്കിയത്. ഉച്ചയായപ്പം അൺകോൺഷ്യസ് ആയി, അബോധാവസ്ഥയിലേക്ക് പോയി. അതിന് പോകാൻ കാരണം കഴുത്തിൻ്റെ പിന്നിൽ അവിടെ ഒരു മുറിവുണ്ട്. അത് സ്കാൾപ്പ് ഡീപ്പാണ്, തലയോട്ടിയോളം അത് ഡീപ്പാണ്, താന്നിട്ടുണ്ട്. കഴുത്തിൽ നിന്ന് 9 സെന്റിമീറ്റർ, നമ്മുടെ കഴുത്തിൻ്റെ പിന്നിൽ നിന്ന് 9 സെന്റിമീറ്റർ മുകളിലാണ് ആ ഊണ്ട്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനകത്ത് ഊണ്ട് നമ്പർ 1 കൃത്യമായിട്ട് പറയുന്നുണ്ട്. കഴുത്തിൽ നിന്ന് 9 സെന്റിമീറ്റർ മുകളിൽ ഒരു മുറിവ്. ആ മുറിവിന് ഏകദേശം 14 സെന്റിമീറ്ററോ നീളമുണ്ട്. അവിടെയാണ് നമ്മൾ കഴുത്തിൻ്റെ പിന്നിൽ അടിച്ചാൽ, അല്ലെങ്കിൽ തലയുടെ പിന്നിൽ അടിച്ചാൽ, അവിടെ തട്ടിയാൽ നമ്മൾ ബോധം കെട്ട് വീഴും. മെഡുല ഒബ്ലാങ്കട്ടയുടെ അടുത്ത് തന്നെ ആ ഇഞ്ചുറി എത്തിയിരിക്കുന്നു. തീർച്ചയായിട്ടും സിദ്ധാർത്ഥിന് തൂങ്ങാൻ കഴിയില്ല. മറ്റൊരു കാര്യം, നമുക്ക് പട്ടിണി കിടന്ന് ചിലപ്പോൾ നമ്മൾ 2-4-5 ദിവസം ജീവിച്ചെന്ന് വരാം. വെള്ളം കുടിക്കാതെ 2-3 ദിവസം ജീവിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. പട്ടിണിയെക്കാട്ടിലും വളരെ ക്രൂരമാണ് വെള്ളം കുടിക്കാതെ നമ്മളെ ഇടുന്നത്. ശരീരത്തിലെ ജലാംശം നഷ്ടപ്പെട്ടു പോയി, ഒരു തുള്ളി പോലും വെള്ളമില്ല ശരീരത്തിൽ. അവരുടെ ആമാശയത്തിലോ അവിടെ ചെറുകുടലിലോ വൻകുടലിലോ ഒന്നും വെള്ളത്തിന്റെ അംശം കണ്ടില്ല എന്ന് പോസ്റ്റ്മോർട്ടത്തിലുണ്ട്. ആഹാരമൊന്നും ആ കുട്ടി കഴിച്ചിട്ടില്ല, പട്ടിണിയാണ്. റെക്റ്റം, അത് അറിയാം, നമ്മുടെ മലം പോകുന്ന, മലം കെട്ടിക്കിടക്കുന്ന, അവിടെ മലമില്ല. ഏറ്റവും നമ്മളെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഇന്നലെ ആ ആംബുലൻസിൽ ഡെഡ് ബോഡി കൊണ്ടുപോയ ഡ്രൈവർ ഒരു കാര്യം പറഞ്ഞു. ആംബുലൻസിൽ ബോഡി എടുത്ത് കിടത്തിയപ്പോൾ ആ ട്രേക്കകത്ത് ബ്ലഡ് ഉണ്ടായിരുന്നു. ഇന്റേണൽ ബ്ലീഡിങ് ഉണ്ടെന്നർത്ഥം, അല്ലെങ്കിൽ ശരീരത്തിൽ നിന്ന് രക്തം പോകുന്നു എന്നർത്ഥം, അല്ലെങ്കിൽ ഏനൽ ബ്ലീഡിങ് ഉണ്ടായെന്ന് അർത്ഥം, അല്ലെ പിനിയൽ ബ്ലീഡിങ് ഉണ്ടായെന്നർത്ഥം, അല്ലെന്നുണ്ടെങ്കിൽ വായിൽ നിന്ന് ബ്ലഡ് പോയെന്നർത്ഥം. ശരീരത്തിൽ ആ ആളുടെ ആ ചോദ്യം, അത് അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ അത് ശ്രദ്ധിക്കണം. ബ്ലഡ് ഉണ്ടായിരുന്നു. അപ്പം പട്ടിണി ഉറപ്പ്. 2 ദിവസം ആഹാരം കഴിച്ചിട്ടില്ല. അതിലും വലിയ ഡേഞ്ചറസ് ആയ വെള്ളത്തിൻ്റെ ഒരു അംശം ശരീരത്തിലില്ല. ശരീരത്തിൽ 2-3 ദിവസത്തെ അടിയുടെയും ഇടിയുടെയും പരുക്കും നീർവീഴ്ചയും ഉണ്ട്. കഴുത്തിൻ്റെ പിന്നിലെ 9 സെന്റിമീറ്റർ മുകളിലുള്ള അടി, ആ ഒരു മുറിവ് അബോധാവസ്ഥയിലേക്ക് പോയി. അത് ഉച്ചയ്ക്ക് മരിച്ചിരിക്കുന്നു. അബോധാവസ്ഥയിൽ പോയി കഴിഞ്ഞ് അനക്കമില്ലാതെ വന്നപ്പം സിദ്ധാർത്ഥിനെ ആ ബാത്റൂമിനകത്ത് കെട്ടിത്തൂക്കിയെന്ന് ഉറപ്പായി. കാരണം അദ്ദേഹത്തിനെ ഹോസ്റ്റലിന്റെ മുമ്പിൽ ഗ്രൗണ്ടിലിട്ട് മർദ്ദിക്കുമ്പോൾ ഒരു ജഡ്ഡി മാത്രമേ ഉള്ളൂ.
ആ കഴുത്തിന്റെ പിന്നിലെ മുറിവോടുകൂടി അബോധാവസ്ഥയിലേക്ക് പോയി അവിടുന്ന് എടുത്ത് മുറി കൊണ്ട് കിടത്തിയിട്ടുണ്ടാവും. മരിക്കുമെന്ന് തോന്നിയപ്പം കെട്ടിത്തൂക്കിയിട്ടുണ്ടാവും. അദ്ദേഹം തൂങ്ങി നിൽക്കുന്ന മുറിയില് അവിടെ ആ കെട്ടിയിരിക്കുന്ന തുണി നോക്കുമ്പോൾ അദ്ദേഹത്തിന് കൈ ഉയർത്തി കെട്ടാൻ കഴിയില്ല. മറ്റൊന്ന്, അത്ര ഉയർത്തി കയറി നിന്ന് കെട്ടാനും കഴിയില്ല. അത്ര അബോധാവസ്ഥയിൽ കോമ സ്റ്റേജിൽ കിടക്കുകയാണ്. അതുകൊണ്ടാണ് ഇതൊരു മർഡറാണെന്ന് പറയുന്നത്. അതേസമയത്ത് അബോധാവസ്ഥയിൽ കിടന്ന ആളെ തൂക്കിയാലും സ്വയം തൂങ്ങിയാലും ആ വായിക്കകത്ത് ഇടതുവശത്ത് നിന്ന് സലൈവ, തുപ്പല് താഴോട്ട് വീണിട്ടുണ്ട്. ആ തുപ്പലിന്റെ ചില ഡ്രോപ്പുകൾ വയറ്റിലും ഉണ്ട്. അതുകൊണ്ട് നമ്മൾ തെറ്റിദ്ധരിക്കും ഇതൊരു ഹാങ്ങിങ് എന്നേ ഡോക്ടർ പറയുള്ളൂ. പക്ഷെ സ്വയം തൂങ്ങാം, അല്ലെങ്കിൽ നമുക്ക് തൂക്കാം ഒരാളെ. അതന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ടത് പോലീസ് ഉദ്യോഗസ്ഥനാണ്. ആ DYSP ഇതൊന്നും നോക്കിയിട്ടില്ലാത്തതുകൊണ്ടാണ് അദ്ദേഹത്തിനെ മാറ്റണം എന്ന് ഞാൻ കുറെ ദിവസം കൊണ്ട് പറയുന്നത്. ഇത് ക്ലിയർ മർഡറാണ്. ആ എവിഡൻസ് പോസ്റ്റ്മോർട്ടം സർട്ടിഫിക്കറ്റിനകത്ത് കിടപ്പുണ്ട്. അതുകൊണ്ട് വിദഗ്ധമായ പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടറെ തന്നെ കാണണം. കഴുത്തിന്റെ താടിയുടെ അടിയിൽ നിന്ന് ഏങ്കോണിച്ച് 19 സെന്റിമീറ്റർ നീളത്തിലെ വീതിയിലുള്ള ഒരു തൂക്കത്തിന്റെ കാണിക്കുന്നുണ്ട്. അത് കെട്ടിത്തൂക്കിയപ്പോൾ ഉണ്ടായതാണ്. എറൗണ്ട് ദ നെക്ക് ലീഗേച്ചർ മാർക്കില്ല. കഴുത്തിന്റെ പിന്നിൽ നിന്ന് അബോധാവസ്ഥ കിടക്കുന്ന ആളെ കെട്ടിത്തൂക്കിയാല് തീർച്ചയായിട്ടും സലൈവ, തൂങ്ങി മരണത്തിന്റെ എല്ലാ ലക്ഷണവും കാണിക്കും. പക്ഷെ അതിനു മുമ്പ് നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. അവിടുന്ന് എന്തുകൊണ്ടാണ് ഇവരത് അഴിച്ച് പോലീസ് വരുന്നതിന് മുമ്പ് ആംബുലൻസ് കയറ്റി കൊണ്ടുപോയി കഴിഞ്ഞു. മരിച്ച ഒരാള്, തൂങ്ങി നിൽക്കുന്ന ആളെ എന്തിനാണ് ഇവര് ആംബുലൻസ് കയറ്റിക്കൊണ്ടുപോകുന്നത്? സ്വയം രക്ഷ നേടാൻ വേണ്ടിയിട്ടുള്ള മാർഗം. അവർക്കൊക്കെ കുറേയൊക്കെ ഇതേപ്പറ്റി അറിയാം. വെറ്റിനറിക്കാരാണ്. എങ്ങനെയാണ് മനുഷ്യൻ മരിക്കുമ്പോൾ ഉള്ള സിംറ്റം, ഒരാൾ മരിക്കാൻ നേരത്ത് തൂക്കിയുള്ള സിംറ്റം, ഇതൊക്കെ അവർക്കറിയാം. അപ്പൊ അവിടെ ആ കളിയൊന്നും ഇനി നടക്കൂല. ഇതിനകത്ത് നല്ലൊരു എക്സ്പെർട്ട് ഒപ്പീനിയൻ ഫോറൻസിക്കിന്റെ ഒരു ടീമിന്റെ തന്നെ ലഭിച്ചിട്ട് വേണം അന്വേഷണ ഉദ്യോഗസ്ഥൻ ആരായാലും ഇപ്പോഴത്തെ മുന്നോട്ട് പോകേണ്ടത്. ഇതൊരു ക്ലിയർ മർഡറാണ്. ആ മുറിക്കകം കഴുകിയിട്ടുണ്ടോ എന്ന് നോക്കണം. കാരണം ബ്ലഡ് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. അവിടെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ടുണ്ടാവും. അപ്പൊ അതുകൊണ്ട് അതൊക്കെ പരിശോധിക്കണം. ബാത്റൂമിലെ ഛർദിയുടെ അംശം വരാനുള്ള സാധ്യത കൂടുതലാണ്. വെള്ളമില്ല ഒമിറ്റ് ചെയ്യാൻ, എങ്കിലും ഒമിറ്റ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ അത് റൂം ആരെങ്കിലും കഴുകി വൃത്തിയാക്കിയിട്ടുണ്ടോ? റൂമിന്റെ വെള്ളം, അവിടുത്തെ വെള്ളത്തിന്റെ സാമ്പിൾ എടുക്കണം. എടുത്തിട്ട് അത് പരിശോധിക്കണം. അത് ബ്ലഡ് സ്റ്റെയിൻസ് ഉണ്ടോ? അത് പോലീസ് നോക്കേണ്ട കാര്യങ്ങളാണ്. ആ മുറിയും ആ ബാത്റൂമും പോലീസിന്റെ കസ്റ്റഡിയിലാണെന്ന് ഞാൻ കരുതുന്നു. ഏതായാലും വളരെ വൈറ്റലായ ഒരു എവിഡൻസ് ആണ് പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ കണ്ടുപിടിച്ചിരിക്കുന്നത്. റിഗർ മോർട്ടിസ് ശരീരം മുഴുവൻ ആയിക്കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ 24 മണിക്കൂർ മുമ്പ് മരിച്ചിരിക്കുന്നു എന്ന് കൃത്യമാണ്. അപ്പൊ 18-ാം തീയതി അവിടുത്തെ ഡീനും കുട്ടികളും പ്രതികളും പറയുന്ന പോലെ 18-ാം തീയതി രാത്രിയിലല്ല മരണം, ഉച്ചയ്ക്ക് തന്നെ മരണം സംഭവിച്ചിരിക്കുന്നു. അവിടെയാണ് വ്യത്യാസം. അത് അന്വേഷണ ഉദ്യോഗസ്ഥൻ ശ്രദ്ധിക്കണം. ഈ പറഞ്ഞ കാര്യങ്ങളൊരു അന്വേഷണ ഉദ്യോഗസ്ഥർ തലേ കൂടെ പോണം. അതുകൊണ്ട് ഈ ഒരു മർഡർ കേസുകള് ഒരിക്കലും ഒരു 306 അപ്പറ്റ്മെന്റ് കമ്മിറ്റിയിലോട്ട് വരില്ല. ഇത് ഒരിക്കലും ഒരു 326, അത് മർഡറാണ്. 326 ശരീരത്തിലുണ്ടായ മുറിവുകൾ, 324, 323, ഇതൊന്നും നിൽക്കില്ല ക്ലീൻ. അതൊക്കെ ഇഞ്ചുറി ഉണ്ടാവും, പക്ഷെ മർഡർ അവിടെ കിടക്കുന്നു. ഇതിനകത്ത് കുട്ടികള് റാഗിങ്ങിന്റെ ഒരു വകുപ്പ് ചേർത്തിട്ടുണ്ട്. അത് നിലനിൽക്കുന്ന വകുപ്പല്ല. റാഗിങ് ഇതല്ല. അത് ചില കളിയാക്കലും മറ്റേത് മറിച്ച് മൈനറായ ചില ഇതൊക്കെ തന്നെ. അപ്പോൾ റാഗിങ്ങിന്റെ സെക്ഷൻ 4 എടുത്ത് കളയണം. ഇത് 306 ഇട്ടിട്ടുണ്ടെങ്കിൽ അത് ചിലർക്ക് ചേർക്കാൻ പറ്റും. പക്ഷേ കൾപ്രിറ്റായ ഇതിനകത്ത് ഇൻവോൾവ് ചെയ്ത് കള്ളം പറയുന്ന ആൺകുട്ടികളും പെൺകുട്ടികളും അവിടെയുണ്ട്. അവരെയൊക്കെ തീർച്ചയായിട്ടും 201 തെളിവ് നശിപ്പിച്ചതിനും തെളിവ് നശിക്കാൻ ശ്രമിച്ചതിനും അവരെ കൂടെ പ്രതിയാക്കണം. ഇതിനകത്ത് 10-60ഓളം പേരുകൾ പ്രതിസ്ഥാനത്തേക്ക് വരും, ചെറുതും വലുതുമായ കുറ്റങ്ങൾ ചെയ്തത്. അങ്ങനെയാണ് കേസിന്റെ അന്വേഷണം മുന്നോട്ട് പോകേണ്ടത്. കോമ സ്റ്റേജിൽ തന്നെയായിരുന്നു ആ പയ്യൻ. ഉച്ചയായപ്പം ആ മർദ്ദനത്തിൽ അവസാനം ബോധം കെട്ടുപോയി, കോമ സ്റ്റേജിലായി. പിന്നീട് കെട്ടി തൂക്കി. ആ തൂക്കിയപ്പം അതൊരു സൂയിസൈഡിന്റെ സിംറ്റം കാണിക്കും. അത് 50-50 ചാൻസ് ആണ്.
അതോടൊപ്പം തീർച്ചയായിട്ടും കെട്ടി തൂക്കിയതിൻ്റെ സിംറ്റം കാണിക്കും. രണ്ടും ഒരുപോലെ തോന്നും. ഹെഡ് ഇഞ്ചുറി ഓൺ ദ ബാക്ക് ഓഫ് ദ സ്കാൽപ്പ് ഡീപ്പാണ്. അത് ശ്രദ്ധിക്കണം പോലീസ് ഉദ്യോഗസ്ഥരെ. ഇഞ്ചുറി നമ്പർ 1 ഇഞ്ചുറി നമ്പർ 4 അടിയന്തരമായിട്ട് അന്വേഷണ ഉദ്യോഗസ്ഥൻ പരിശോധിച്ച് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകണം. അന്വേഷണത്തിലെ അവർക്ക് തക്കതായ അറിവില്ലെങ്കിൽ, അറിവുള്ള ഡിവൈഎസ്പിമാർ ധാരാളം പേര് ക്രൈംബ്രാഞ്ചിലുണ്ട്, അവരോട് ചോദിക്കണം. പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടറെ അടിയന്തരമായിട്ട് കണ്ട് അതിന് വേറെ ഫോറൻസിക് എക്സ്പെർട്ടിൻ്റെ അടുത്തും പോയി അതിൻ്റെ ഒപ്പീനിയൻ നോക്കിയിട്ട് ഇതൊരു മർഡർ ആണോ ഇല്ലയോ എന്ന് ആദ്യം ഫിക്സ് ചെയ്ത് വേണം അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാം. അങ്ങനെ മർഡർ ആണെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പം പ്രസംഗിച്ച് നടക്കുന്ന കുട്ടികളെല്ലാവരും ആ കേസിനകത്ത് പ്രതിയാകും. അക്ഷയ എന്ന ആളുടെ കൈവശമായിരുന്നു ഈ മർദ്ദന സമയത്ത് ഈ കുട്ടിയുടെ സിദ്ധാർത്ഥിന്റെ മൊബൈൽ ഫോൺ. അയാൾ കൃത്യമായിട്ട് 1-ാം പ്രതി തന്നെ. അപ്പൊ അതുകൊണ്ട് അടിക്കുന്നതും കൊല്ലാൻ ശ്രമിക്കുമ്പോഴും മൊബൈൽ ഫോൺ കയ്യിലിരിക്കുകയാണ്. അമ്മ വിളിച്ച് അമ്മയുടെ അടുത്ത് എറണാകുളം വരെ പോയ പയ്യനെ മടക്കി വിളിച്ചത് ആരാണ്? മടക്കി വിളിച്ചു കൊണ്ട് കൊല്ലാൻ തന്നെയല്ലേ? അതിന്റെ അവസാനമല്ലേ മർഡർ നമ്മൾ കാണുന്നത്. അതുകൊണ്ട് ഇതേപ്പറ്റി തീർച്ചയായിട്ടും പോലീസിന്റെ അന്വേഷണം മികവുറ്റതല്ലെങ്കിൽ മറ്റു മാർഗങ്ങൾ തേടേണ്ടി വരും.